പുറത്ത് നല്ല തകൃതിയായിട്ടൊരു മഴ. ഉച്ചക്ക് കഴിക്കാൻ നല്ല ചൂടുള്ള ബിരിയാണി കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും? ആലോചിക്കുമ്പോ തന്നെ ഇതാ വായിൽ ഇങ്ങനെ ഒരു കപ്പലോട്ടിക്കാനുള്ള സുനാമി ഇങ്ങനെ പാഞ്ഞു വരുന്നുണ്ട്. അധികം ഒന്നും നോക്കണ്ടല്ലേ, അങ്ങോട്ട് ഉണ്ടാക്ക. അയ്യോ ചിക്കൻ ഇല്ല, എന്നെ പണ്ണുവേ. അങ്ങനെ തോറ്റൊന്നും കൊടുക്കാൻ പറ്റൂല. ചിക്കൻ ഇല്ലെങ്കിൽ എന്താ, നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി അങ്ങോട്ട് ഉണ്ടാക്കും. സോ നമുക്ക് എന്ത് ചെയ്യാം, കൈ കിട്ടിയിട്ടുള്ള പച്ചക്കറികളൊക്കെ അങ്ങ് പെറുക്കി എടുത്തിട്ട് വരാം. ഈ കുക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു നിർബന്ധമുണ്ട്. കുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും ഞാൻ ഇങ്ങനെ ഗ്യാസിന്റെ അടുത്ത് നിരത്തി വെക്കും. കാണുമ്പോ എല്ലാരും ചോദിക്കും ഇതെന്താ കുക്കർ ഇഷ്യൂ ആണോ റെബിയെന്ന്. അതുകൊണ്ടല്ല, എന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ അത്രേ ഉള്ളൂ. പിന്നെ ഒരു 10 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ട് തേരാ പര നടക്കാനും നിന്നെ കിട്ടൂല. അപ്പൊ എന്നാ തുടങ്ങിയല്ലേ, നമ്മളിതാ നേരെ എടുത്ത് കുക്കർ വെച്ചു. അതിലോട്ട് സമാസമം കുറച്ച് നെയ്യും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഏലക്കായും പട്ടയും ഗ്രാമ്പും അങ്ങനെ എന്തെല്ലാം അറിയാമോ അതെല്ലാം കൂടി വാരി പെറുക്കേണ്ടിടാം. എന്നിട്ട് നമ്മുടെ സവോള കുനുകുനേൻ അരിഞ്ഞതെടുത്ത് കൈ കൊണ്ടൊന്ന് തിരുമ്മിയിട്ട് അതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. ഇച്ചിരി ഉപ്പും കൂടി അങ്ങോട്ട് ഇട്ടോ, എന്നാലേ മൂപ്പര് പെട്ടെന്ന് അങ്ങോട്ട് വാടി വരുള്ളൂ. പിന്നെ ഈയോനോ, ഞാൻ ഇത് ഫസ്റ്റ് ടൈം ആയിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. ഓൾസോ ഞാൻ മുന്നേ ഒരു നെയ്ച്ചോറ് ഉണ്ടാക്കിയിരുന്നു. അത് ഞാൻ കുക്കറിന്റെ അടിയിൽ കരിഞ്ഞ് തേച്ച് ഒട്ടിച്ചങ്ങോട്ട് വെച്ചിരിക്കുന്നു. എന്റെ കുക്കിംഗ് എക്സ്പീരിയൻസ് ഇതാണ്. പക്ഷെ നമ്മളതൊന്നും ബാധിക്കുന്ന കാര്യമല്ല. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഒരു ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ ഒന്നെങ്കിൽ റെസിപ്പി എഴുതിയ ബുക്ക്, അല്ലെങ്കിൽ ടിവിയിലെ കുക്കറി ഷോ. ഇന്ന് അതാണോ അവസ്ഥ? ഇമ്മച്ചി ഉണ്ട്, യൂട്യൂബ് ചേച്ചി ഉണ്ട്, ഗൂഗിൾ ചേട്ടനുണ്ട്, നമ്മുടെ ജെമിനി അപ്പൂപ്പനുണ്ട്, അങ്ങനെ എന്തെല്ലാം ആൾക്കാരുണ്ട്. അതുകൊണ്ട് കുക്കിംഗ് ഒക്കെ അതിന്റെ ഒഴുക്കിനങ്ങ് പൊക്കോളും. അയ്യോ, കഥ പറഞ്ഞു പറഞ്ഞ് എന്റെ ഉള്ളി വാടി വന്നു. ഇനി നമുക്ക് അടുത്ത സാധനം ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് നന്നായിട്ട് പേസ്റ്റ് ആക്കണ്ട, ഒന്ന് ചെറുതായിട്ട് ചതച്ചങ്ങ് എടുത്തിട്ട് അത് നമുക്ക് അയക്കണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പേസ്റ്റ് ഇടുമ്പോ കിട്ടുന്ന ഒരു മണം ഉണ്ടല്ലോ, അത് അന്നും ഇന്നും എന്നും എന്റെ ഫേവറേറ്റ് ആണ്. സഭാഷ്. ഇനി നന്നായിട്ട് അതൊന്ന് ഇളക്കി യോജിപ്പിക്കണം. അല്ലെങ്കിലും ഇളക്കി മറിക്കാൻ പണ്ടേ ഞാൻ ഭയങ്കര ഉസാറാണ്. ഇത് കാണുമ്പോ എല്ലാവർക്കും ഒരു ചോദ്യമുണ്ട്, അല്ല റബി, ആ കുക്കറി കിടക്കുന്ന സാധനത്തിനൊരു സമാധാനം കൊടുക്കൂ, എന്തിനാണ് തുറന്നിട്ട് 10 വട്ടം അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി മറിക്കാൻ നിൽക്കണേന്ന്? അറിയില്ലെങ്കിൽ ഒരു കാര്യം പറയട്ടെ, അതെനിക്കൊരു രോഗമാണ്. എനിക്കിത് ചെയ്തില്ലെങ്കിലേ ഉറക്കം വരൂല. അപ്പൊ ഏതായാലും ഇനി നമുക്ക് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ഈ ഉള്ളിയും തക്കാളിയും പണ്ട് തൊട്ടേ അനിയനേട്ടന്മാരാൻ തോന്നുന്നുണ്ടില്ലേ, അവരെ ഒരു കോംബോ ഉണ്ടല്ലോ, അത് ഭയങ്കര രസാണ്. തക്കാളി ഇട്ടേനല്ലോ, ഇനി നമുക്ക് ഇളക്കാൻ തുടങ്ങല്ലേ. ഹൊയ് 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 ഹൊയ്. ഇനിയാണ് നമ്മുടെ മെയിൻ താരങ്ങളുടെ എൻട്രി, അതായത് നമ്മുടെ പച്ചക്കറികളുടെ എൻട്രി. ഞാനിവിടെ ക്യാരറ്റും ബീൻസും ഉരുളക്കിഴങ്ങും ചെറുതാക്കി അരിഞ്ഞിട്ടാണ് എടുത്തിക്കണത്. ചിലർ കോളിഫ്ലവർ ഒക്കെ ചെറുതാക്കി അരിഞ്ഞിടണൊക്കെ ഞാൻ കണ്ടിക്കണേ. ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ഇടാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യേണ്ടി കേട്ടോ. എനിക്ക് ഏതായാലും ഈ പറഞ്ഞ പച്ചക്കറികളെ ഇഷ്ടമുള്ളൂ, ഞാനിത് മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അത് നമ്മൾ ഇട്ടിട്ട് എന്ത് ചെയ്തു, നല്ലോണം ഒന്ന് മൊത്തത്തിൽ രണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതാണ് പിന്നെ ഇതിൻ്റെ മെയിൻ, മിക്സ് ചെയ്യൽ. അങ്ങനെ ഇപ്പോൾ അതൊക്കെ ഒരുവിധം സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇടാൻ വേണ്ടി പോണത് എന്താണ്, നമ്മളെ 2 ഉണ്ടകളാണ്. അതായത് സോയാബീനും പിന്നെ പട്ടാണി കടലുണ്ടല്ലോ, ഇത് രണ്ടും പാടെ ഞാൻ വെള്ളത്തിൽ സോക്ക് ചെയ്യാനായിട്ട് വെച്ചതേനു. അപ്പോൾ അത് ഞാൻ എടുത്തിട്ട് ഇതിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കഴിച്ച വെജിറ്റബിൾ ബിരിയാണി എന്നൊക്കെ ഈ 2 സാധനം എനിക്ക് കിട്ടിയിരുന്നു. അപ്പോൾ എനിക്ക് പൊതുവേ ബിരിയാണിയിൽ ഇത് രണ്ടും ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഇത് ഇട്ടു. ഞാനിങ്ങനെ ലെക്കും ലെവലും ബ്രേക്കും ഇല്ലാതെ ഓരോന്ന് വാരി വലിച്ചിടുന്ന കാണുമ്പോൾ നിങ്ങൾ ഞെട്ടൊന്നും വേണ്ടട്ടോ. ഫുഡിന്റെ കാര്യത്തിൽ എൻ്റെ ഒരു തിയറി എന്താന്ന് വെച്ചാൽ, നമുക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഇഷ്ടങ്ങൾക്ക് പ്രയോറിറ്റി കൂടുതൽ കൊടുക്കുക. നമ്മൾ വേറൊരാളെ റെസിപ്പി നോക്കി ഉണ്ടാക്കുകയാണെങ്കിൽ കൂടി അയാൾക്ക് ഇഷ്ടമുള്ള രീതിയിലായിരിക്കും മസാലപ്പൊടികളിൽ എരി കൂട്ടുന്നതും ഉപ്പ് കുറക്കുന്നതും പുളി കൂട്ടുന്നതും പിന്നെ അതേപോലെ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യുന്നത്. അപ്പം അയാൾ ഉണ്ടാക്കണം അതേപോലെ തന്നെ ഉണ്ടാക്കണം നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ കുറച്ച് കൂടുതൽ ഇടുക, ഇഷ്ടമില്ലാത്ത സാധനം കുറച്ചാലും കുഴപ്പമൊന്നുമില്ല. എങ്ങനെ ഉണ്ടാക്കിയാലും നമ്മൾ ഹാപ്പി ആയിരിക്കണം, മനസ്സും വേറെ നിറച്ച് കഴിക്കാനും പറ്റും. അയ്യോ, കഥ പറഞ്ഞു ഞാൻ അതിൻ്റെ കൂടെ സാധനങ്ങൾ പറയാൻ മറക്കുകയാണ്. അപ്പൊ നമ്മൾ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഗരം മസാലയും ബിരിയാണി മസാലയും മഞ്ഞപ്പൊടിയും മുളക് പൊടിയാണ്. ഒക്കെ എന്റെ എരിവിനും പാകത്തിനനുസരിച്ചിട്ടാട്ടോ ഞാൻ ചേർത്ത് കൊടുത്തത്. ഉപ്പ് ഞാൻ ഉള്ളി വഴറ്റുമ്പോൾ ഇട്ട് കൊടുത്തതാണ്, എന്നാലും ഒരു ലെവലേഷൻ കുറവുണ്ടായിരുന്നു, അതും ഞാൻ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മളെ ബിരിയാണി അരി എടുത്ത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നല്ലപോലെ ഇളക്കിയിട്ട് നമ്മൾ മൂടി വെക്കുക. എന്നിട്ടൊരു 2 വിസിലടിച്ചിട്ട് ഓഫ് ആക്കിയിട്ട് ബാക്കി ആ ഒരു ചൂടിൽ കിടന്ന് വെന്തോളും. ചില അരികൾക്ക് അനുസരിച്ചിട്ട് വിസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും എന്നൊക്കെ തോന്നുന്നുണ്ട്. എനിക്ക് അതിനെ പറ്റിയൊന്നും വലിയ അറിവില്ല. അപ്പം ഇനി ആ ഒരു നേരം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നല്ല വിശക്കുന്നുണ്ട്. അപ്പോൾ ഒരു കേക്കൊക്കെ കഴിച്ചിട്ട് ഇച്ചിരി മീൻ ഇരിപ്പുണ്ടായിരുന്നു, മീൻ പൊരിക്കാന്ന്. എനിക്ക് എങ്ങനെ പോയാലേ എന്തെങ്കിലുമൊക്കെ തൊട്ടുകൂട്ടാൻ വേണം. മൊത്തത്തിൽ ഈ പച്ചക്കറി ആയാലേ എനിക്കൊരു ഗദ്ഗതാണ്. അപ്പം നിങ്ങൾ വിചാരിക്കുന്ന പിന്നെ മീൻ ഉണ്ടെങ്കിൽ മീൻ ബിരിയാണി വെച്ചുകൂടെ. ഇത് ഭയങ്കര മുള്ളുള്ളൊരു മീനാണ്. അപ്പം ഇതും കൂടി കൂട്ടിയിട്ട് ബിരിയാണി വെച്ചിട്ടുണ്ടെങ്കിൽ ബിരിയാണി തിന്നാൻ നേരം ഉണ്ടാവില്ല, മുള്ളു പെറുക്കിടാനേ നേരം ഉണ്ടാവും. അങ്ങനെ മീനൊക്കെ നല്ലോണം വരിഞ്ഞുള്ള മസാലയൊക്കെ കൂടി അതിൻ്റെ ഉള്ളിൽ കൂടിയും പുറത്തു കൂടിയൊക്കെ തേച്ച് പുകച്ച്
കയറ്റി വിട്ടിക്കണേ. ഇനി നമുക്കത് വറുക്കാനായിട്ട് നിൽക്കാം. പിന്നെ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ മീൻ വറുക്കണ സമയത്തില്ലേ ഈ കറിവേപ്പിലുണ്ടല്ലോ തണ്ടോട് കൂടിയായിട്ട് പറിച്ചിട്ട് വരിക. അതുകൊണ്ട് 2 ഗുണങ്ങളുണ്ട്. ഒന്ന് വന്നിട്ട് നമ്മളത് എണ്ണയിലിട്ടിട്ട് ഇതാക്കുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലും ഫ്ലേവറൊക്കെ വരും. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ ഈ ചട്ടിയിൽ മീൻ പറ്റി പിടിക്കുന്ന ആ ഒരു പ്രശ്നം ഉണ്ടല്ലോ, അത് കുറേ അങ്ങോട്ട് ഒഴിവായി കിട്ടും. നാട്ടിൽ നിന്നൊക്കെ നമ്മൾ ഇവിടേക്ക് വയനാട്ടിലേക്ക് വരുന്നവർക്കുണ്ടല്ലോ എണ്ണൻ്റെ ഈ ഒരു അവസ്ഥ കാണുമ്പോൾ ഭയങ്കര അത്ഭുതമാണ്. കാരണം ഓൾക്ക് നാട്ടിൽ എപ്പോഴും ചൂടാവണോണ്ട് എണ്ണ എപ്പോഴും ലിക്വിഡ് ഫോമിലായിരിക്കും ഉണ്ടാവുക. ഇവിടെ കുറച്ച് ഉറച്ചിട്ടേ ഇരിക്കുക പോലെ ഇത് എന്താണ് മഞ്ഞുമല ഉരുക്കണ പോലെ തീയിലിട്ട് ഉരുക്കിയെടുക്കണമെന്ന്. യെസ്, അത് കുറച്ച് നേരം അവിടെ വെച്ചിട്ട് മഞ്ഞുമല ഉരുക്കണ പോലെ നമ്മൾ ഉരുക്കിയെടുക്കണം. അങ്ങനെ എണ്ണയൊക്കെ ഒഴിച്ച് ചട്ടി നല്ലോണം ചൂടായതിനു ശേഷം നമ്മൾ എന്ത് ചെയ്തു, ആ കറിവേപ്പിലയിക്കണ്ട് വെച്ചുകൊടുത്തു. ചട്ടി നന്നായിട്ട് ചൂടായിട്ട് മീൻ വെച്ചുകൊടുക്കും കേട്ടോ. അങ്ങനെ ചൂടാവണതിന് മുന്നേ വെക്കണോണ്ടാണ് മീൻ അടിയിൽ പിടിക്കുന്നത്. ഇതൊക്കെ എനിക്ക് എൻ്റെ ഉമ്മ പറഞ്ഞതാണ്. ഇതൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മീൻ ശരിക്കും ഫ്രൈ ചെയ്യാൻ പഠിച്ചത്. അങ്ങനെ ഏതാനും മിനിറ്റുകൾക്ക് ശേഷം നമ്മുടെ കുക്കർ വെജിറ്റബിൾ ബിരിയാണി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇങ്ങനെ തുറക്കുമ്പോൾ നല്ല ആവിയൊക്കെ പറക്കുമ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. മണം വെച്ച് നോക്കുമ്പോൾ എൻ്റെ ബിരിയാണിക്ക് ഞാൻ 10ൽ 10 മാർക്കും കൊടുത്തിട്ടുണ്ട്. കാരണം നല്ല സ്മെല്ലുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാന്നൊക്കെ വിചാരിച്ചു. ആദ്യം ഞാൻ വിചാരിച്ചു കുറേ മസാലകളൊക്കെ ഇട്ടീനല്ലോ, അതൊക്കെ എവിടെയാണ്. അപ്പോൾ താഴെ മസാലകളൊക്കെ ഉണ്ടേനു കേട്ടോ. അങ്ങനെ നല്ല ചൂടുള്ള ബിരിയാണിയൊക്കെ വിളമ്പി അതിക്ക് 2 കഷ്ണം വറുത്ത മീനൊക്കെ വെച്ച് കൂട്ടി കുഴച്ച് ഇങ്ങനെ കഴിച്ചപ്പം ഒരു ചള്ളാസിൻ്റെ പപ്പടത്തിൻ്റെ കുറവുണ്ടായിരുന്നു. അങ്ങനെ ഇതേതായാലും എൻ്റെ ഇത് നന്നായിട്ട് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. മുന്നത്തെ വട്ടം ഉണ്ടാക്കിയ ഞാൻ സത്യം പറയല അട്ടർ ഫ്ലോപ്പ് തന്നെ ആയിരുന്നു. പക്ഷെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മണമുണ്ട്, അടിപൊളിയായിരുന്നു. സോ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത്രയുള്ളൂ. ബൈ.